കോഴിക്കോട് KSU ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീടിന് നേരെ ബോംബേർ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. വടകര തോടന്നൂരിലെ വീടിന് നേരെയാണ് ആക്രമണം. മന്ത്രി വീണ ജോർജിന് എതിരെ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് ബിദുൽ ബാലൻ ഇപ്പോൾ റിമാൻഡിലാണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈ പ്രതിഷേധ സമരത്തിന് ശേഷം കേരളത്തിൽ വലിയ തോതിൽ അങ്ങോളം ഇങ്ങോളം ഇരു പാർട്ടികളുടെയും ഭാഗത്ത് നിന്ന് അക്രമ സമരങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ആണ് ഉണ്ടായതെങ്കിൽ അതിൻ്റെ തുടർച്ച എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടതായി വരുന്നു. ഇപ്പോഴിതാ KSU പ്രവർത്തകന്റെ വീടിന് നേരെ ആണ് ബോംബേർ നടന്നിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം, എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിന് പിന്നിൽ ആര് എന്ന് വ്യക്തമാകുന്നുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2:30 വടകര തോടന്നൂരിലെ ബിദുൽ ബാലന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്ത് വരികയും ചെയ്തു. മുഖം മറച്ചെത്തിയ 2 പേർ വീടിന് മുൻവശത്ത് ഗേറ്റിനോട് ചേർന്ന് നിലയുറപ്പിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ. അതിനുശേഷം ഏതാനും സെക്കൻഡുകൾ അവരവിടെ നിന്ന ശേഷം പിന്നീട് വീടിന് നേരെ കയ്യിലിരുന്ന ബോംബ് എറിയുന്ന ഒരു രംഗവുമാണ് പുറത്തു വന്നത്. വീടിന്റെ ജനൽ ചില്ലകൾ ഈ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. വീടിന്റെ മുൻഭാഗത്തിനും ചെറിയ തോതിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ബിദുലിന്റെ അച്ഛനും അമ്മയുമാണ് ഈ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നത്. അവർക്ക് പരുക്കോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ആക്രമണം ആസൂത്രിതമെന്ന ഒരു ആരോപണവുമായാണ് KSUവും ജില്ലാ കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടെ സംഘടിക്കുകയും പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ സ്ഥലത്ത് ഇന്ന് ഉച്ചവരെ ഹർത്താൽ ആചരിക്കുന്നതിനുള്ള ഒരു പ്രഖ്യാപനവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു ആക്രമണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നേരത്തെ വീണ ജോർജിനെതിരെ പ്രതിഷേധ സമരം നടത്തിയ ആളുകളിൽ ഉൾപ്പെട്ടിരുന്നു. ബിദുലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി റിമാൻഡിൽ വെച്ചിരിക്കുകയുമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അഭിലാഷ്, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സൂചിപ്പിക്കുന്നത് പോലെ അക്രമ സമരത്തെ എതിർക്കുന്ന ഒരു ഭാഗത്ത്, അതായത് ആരോഗ്യമന്ത്രി ഒരു വനിതയാണ്, അതുകൊണ്ട് തന്നെ ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇങ്ങനെയൊക്കെയാണോ പ്രതിഷേധം നടത്തേണ്ടത്? ഈ പ്രതിഷേധ രീതികൾ അവസാനിപ്പിക്കേണ്ടതാണ് എന്ന ആവശ്യം ഉയരുമ്പോൾ തന്നെയാണ് പ്രതിഷേധിച്ചവരുടെ വസതിയിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത്. ഇതിന് പിന്നിൽ ആര് എന്നതും വ്യക്തമാകേണ്ടതുണ്ട്. ഇത്തരം ആക്രമണ രീതികൾ അല്ലെങ്കിൽ പ്രതിഷേധ മാർഗങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നിരക്കുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അവരുടെ യുവജന സംഘടനകളും തന്നെയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.